നമസ്കാരം, ഇൻഫോ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ രീഷ്മ യതീന്ദ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്തകൾ. പാലിയേക്കരയിൽ KSRTC ബസ് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് സ്കൂട്ടറിലും ഡിവൈഡറിലും ഇടിച്ചു മറിഞ്ഞു. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി. പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ സെപ്റ്റംബർ 8 പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഒല്ലൂരിൽ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. ഉമ്മൻചാണ്ടി പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി. വാർത്തകൾ വിശദമായി അറിയാം. പാലിയേക്കരയിൽ KSRTC ബസ് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് സ്കൂട്ടറിലും ഡിവൈഡറിലും ഇടിച്ചു മറിഞ്ഞു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരായ 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരായ കിരൺ, ആദിത്യൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ പാലിയേക്കര മേൽപ്പാലത്തിന് സമീപത്തായിരുന്നു അപകടം. തൃശൂർ ഭാഗത്തേക്ക് പോയിരുന്ന വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. KSRTC ബസിന്റെ പുറകുവശം പിക്കപ്പിൽ ഇടിച്ചതാണ് അപകടത്തിന് കാരണമെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. ബസ് നിർത്താതെ പോയി. നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാട് ടൗൺ സഹകരണ സംഘത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. കോൺഗ്രസ് പുതുക്കാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ ധർണ മുൻ MLA MP വിൻസെന്റ് ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുധൻ കാരയിൽ അധ്യക്ഷത വഹിച്ചു. CPM ഭരിക്കുന്ന സംഘത്തിലെ പാവങ്ങളുടെ നിക്ഷേപങ്ങൾ തട്ടിയെടുത്തവർക്കെതിരെ നടപടിയെടുക്കുക, മുൻ ഭരണസമിതി അംഗം നടത്തിയ ലക്ഷങ്ങളുടെ തട്ടിപ്പിൽ നഷ്ടപ്പെട്ട പണം തിരിച്ചുപിടിക്കുക, സംഘത്തിലെ വ്യാപക സാമ്പത്തിക ക്രമക്കേടുകളിലും തട്ടിപ്പിലും സമഗ്ര അന്വേഷണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. DCC വൈസ് പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. DCC സെക്രട്ടറി TM ചന്ദ്രൻ, UDF കൺവീനർ സോമൻ മുത്രത്തിക്കര, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോം ജോൺ, രഞ്ജിത്ത് കൈപ്പിള്ളി, K ശ്രീകുമാർ, ബെന്നി തൊടുങ്ങൽ, AB പ്രിൻസ്, റീന ഫ്രാൻസിസ്, ശാലിനി ജോയ്, സജീർ ബാബു, സിജോ ഇടപ്പിള്ളി, ഷാഫി കല്ലൂപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇതിനു മുമ്പ് കഴിഞ്ഞ ഓണമായാലും അതിന്റെ മുൻപിലത്തെ ഓണമായാലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വന്നതിന് ശേഷം ഓണമെന്നല്ല, വിഷു എന്നല്ല, ഈസ്റ്റർ എന്നല്ല, മറ്റെന്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളായാലും അന്നൊന്നും മനുഷ്യന് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും അദ്ദേഹത്തിന്റെ വീട്ടുകാരുമൊക്കെ ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി. സെമിനാർ ഉദ്ഘാടനവും മേഖലയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡ് ദാനവും കൊരട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജു നിർവഹിച്ചു. കൊരട്ടി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ക്ലബ്ബ് പ്രസിഡന്റ് PD ദിനേശ് അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ കൊരട്ടി കൃഷിഭവനിലെ കൃഷി ഓഫീസർ സ്വാതി ലക്ഷ്മി വിത്തുകളുടെ വിതരണം നിർവഹിച്ചു. സെമിനാറിൽ സൗജന്യ മണ്ണ് പരിശോധനയും ജൈവവളവും പച്ചക്കറി വിത്ത് വിതരണവും നടത്തി. സെമിനാറിൽ പങ്കെടുത്ത കർഷകർക്ക് കറുകുറ്റി അപ്പോളോ ഹോസ്പിറ്റലിന്റെ നേതൃത്വത്തിൽ ജനറൽ മെഡിക്കൽ ചെക്കപ്പ് നടത്തി. കൊരട്ടി മേഖലയിലെ ഏറ്റവും നല്ല ജൈവ കർഷകനുള്ള കർഷകോത്തമ അവാർഡിനർഹനായ MV ജോസ്, കർഷക മിത്ര അവാർഡിനർഹയായ തങ്ക രാഘവൻ, കർഷക പ്രതിഭ അവാർഡിനർഹനായ വിദ്യാർത്ഥി ഗ്ലാഡ്വിൻ സന്തോഷ് എന്നിവരെ അവാർഡ് നൽകി ആദരിച്ചു.
റോട്ടറി ക്ലബ് ഡയറക്ടർ അഡ്വക്കേറ്റ് സണ്ണി ഗോപുരൻ സ്വാഗതമേകിയ യോഗത്തിൽ ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി വിപിൻ വിജയൻ നന്ദി പ്രകാശിപ്പിച്ചു. യോഗത്തിൽ ക്ലബ്ബ് മെമ്പർമാരായ അഡ്വക്കേറ്റ് സുനിലൻ കളരിക്കൽ, ജീസൻ ചാക്കോ, ശങ്കരൻകുട്ടി എന്നിവർ ആശംസകൾ നേർന്നു. പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ സെപ്റ്റംബർ 8-ന് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ജനന തിരുനാളിന്റെ ഭാഗമായി 8 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി നടത്തിയ ഫാൻസി ഡ്രസ് മത്സരത്തിൽ 35ഓളം കുട്ടികൾ പങ്കെടുത്തു. ഇടവകയിലെ അമ്മമാർ ചേർന്നൊരുക്കിയ 100 കിലോഗ്രാമിന് മുകളിൽ തൂക്കം വരുന്ന വലിയ ബർത്ത്ഡേ കേക്ക് വിശ്വാസികളിൽ അത്ഭുതമുണർത്തി. കേക്ക് കട്ടിങ്ങും വിതരണവും നടത്തി. ആഘോഷ പരിപാടികൾക്ക് വികാരി ഫാദർ പോൾ തെക്കാനത്ത്, സഹവികാരിമാരായ ഫാദർ ഷിജോ, ഫാദർ ബിജോയ്, കൈക്കാരന്മാർ എന്നിവരും കുട്ടികളുടെയും യുവജനങ്ങളുടെയും സംഘടനകളും നേതൃത്വം നൽകി. ഒല്ലൂരിൽ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. ഒല്ലൂർ പെരുവാംകുളങ്ങര പുളിക്കത്തറ വിവേക്, കൊല്ലം പാരിപ്പള്ളി സ്വദേശികളായ സമീദ് മോൻ, ശശിധരൻ എന്നിവരാണ് അറസ്റ്റിലായത്. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് ഒല്ലൂരിലെ ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 പേരും പിടിയിലായത്. ഇവരിൽ നിന്നും 6 കിലോ കഞ്ചാവ് കണ്ടെടുത്തു. വിവേകിനും സമീദ് മോനും പാലക്കാട് ജില്ലയിൽ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. മലമ്പുഴ ജയിലിൽ വെച്ച് ഇരുവരും പരിചയപ്പെട്ടതിനു ശേഷം ഒരുമിച്ച് കഞ്ചാവ് കടത്ത് ആരംഭിക്കുകയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നെത്തിച്ച കഞ്ചാവ് വിവേകിന് കൈമാറാനാണ് സമീദും ശശിധരനും ഒല്ലൂരിലെത്തിയത്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ, ഒല്ലൂർ സിഐ ടി പി ഫർഷാദ്, എസ്ഐ ജീസ് മാത്യു, എഎസ്ഐ സുരേഷ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഉമ്മൻചാണ്ടി പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ കൂവക്കാട്ടുകുന്ന് 135-136 ബൂത്ത് കമ്മിറ്റിയുടെ സംയുക്താഭിമുഖ്യത്തിൽ പ്രദേശത്തെ വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ പ്രതിഭകളെ ആദരിച്ചു. തുടർച്ചയായ 5ാം തവണയാണ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആദരം സംഘടിപ്പിക്കുന്നത്. SSLC, +2 പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ചവരെയും 50 വർഷം വിജയകരമായി ദാമ്പത്യം പൂർത്തീകരിച്ച ദമ്പതികളെയും കലാ, കായിക, കാർഷിക മേഖലകളിൽ മികവ് പുലർത്തിയവരെയുമാണ് ചടങ്ങിൽ ആദരിച്ചത്. ചടങ്ങ് MP ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. MLA സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ, DCC ജനറൽ സെക്രട്ടറി PK ബാസി, പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MT ഡേവിസ്, മണ്ഡലം പ്രസിഡന്റ് രാജേഷ് മേനോത്ത്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൂരജ് സുകുമാരൻ, പ്രോഗ്രാം ജനറൽ കൺവീനർ VK ഉദയൻ, ട്രഷറർ KP വേലായുധൻ, ബൂത്ത് പ്രസിഡന്റുമാരായ ഷൈസൺ TD, ശ്രീദേവി കയമ്പത്ത് എന്നിവർ ആശംസകൾ നേർന്നു. ഓണത്തിന് ഒരു മുറം പൂവ് വിളവെടുപ്പ് മഹോത്സവം നടത്തി.
കുറ്റിക്കാട് സെയിന്റ് സെബാസ്റ്റ്യൻസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് NSS വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ കൃഷി ചെയ്ത ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പ് നടത്തി. പ്രിൻസിപ്പാൾ ആന്റു PK സ്വാഗതം പറഞ്ഞ യോഗത്തിൽ ഫാദർ ലിജു പോൾ പറമ്പേത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ BC PV ആശംസകൾ അർപ്പിക്കുകയും NSS വോളണ്ടിയർ ഏബൽ ജെയിംസ് നന്ദി പറയുകയും ചെയ്തു. ഇടയ്ക്ക് പിന്നെ കാറ്റും മഴയും അങ്ങനെ കുറേ പ്രതിസന്ധികളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രതിസന്ധികളെ നേരിടാനായിട്ട് തക്കതായിട്ടുള്ള ഒരു ടീം നമുക്കുണ്ട്. അതാണ് ഈ സന്തോഷത്തിൻ്റെ ഈ ഒരു അവസരം നമുക്ക് വന്നു ചേർന്നിരിക്കുന്നത്. നമുക്ക് തീർച്ചയായിട്ടും ഓണക്കാലത്തോടനുബന്ധിച്ച് ഇത്തരത്തിലുള്ള ഒരു പൂന്തോട്ടം ജൂബിലി വർഷത്തോടനുബന്ധിച്ച് നിങ്ങൾ ഒരുക്കി. അത് ഈ സ്കൂളിൽ മാത്രമല്ല നമ്മുടെ നാട്ടുകാർക്കും ഇതിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ വലിയൊരു സന്തോഷത്തിന്റെ അനുഭവമായിരുന്നു. തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ഒരു പ്രകാശത്തിന്റെ അനുഭവം, ഒരു സന്തോഷത്തിന്റെ അനുഭവം ഈ പൂന്തോട്ടം വഴി നമുക്ക് ലഭിച്ചു. അതുപോലെ തന്നെ എങ്ങനെ അധ്വാനിക്കാം, എങ്ങനെ ഇത്തരത്തിലുള്ള ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ഒരു പരിശീലനം കൂടിയായിരുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആൻഡോ മാഷിനെയും പ്രിയപ്പെട്ട ബിസി ടീച്ചറെയും മറ്റു എല്ലാ അധ്യാപകരെയും ഇത് നേതൃത്വം നൽകിയ എല്ലാ വിദ്യാർത്ഥികളെയും ഏറെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു. ഇനിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏറ്റവും നന്നായിട്ട് നടത്താനായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നേരത്തെ തന്നെ ഓണത്തിന്റെ എല്ലാ ആശംസകളും സ്നേഹപൂർവ്വം. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിൽ നിന്നും കഞ്ചാവ് പിടികൂടി. ധൻബാദ് എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിനുള്ളിൽ നിന്നാണ് ബാഗിലാക്കിയ നിലയിൽ 4 കിലോയിൽ അധികം കഞ്ചാവ് കണ്ടെടുത്തത്. ഇന്ന് രാവിലെ 11 മണിയോടെയായിരുന്നു സംഭവം. പാലക്കാട് റെയിൽവേ ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് എക്സൈസും റെയിൽവേ പോലീസും ചേർന്ന് ട്രെയിനിൽ പരിശോധന നടത്തിയത്. കഞ്ചാവിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി അധികൃതർ അന്വേഷണം ആരംഭിച്ചു. കുരുന്നുകൾക്ക് പുടമ നൽകി ഓണത്തെ വരവേറ്റ് മതിക്കുന്ന് GJBS വിദ്യാലയം. തൃക്കൂർ പൊന്നൂക്കര മതിക്കുന്ന് GJBS വിദ്യാലയത്തിലെ കുട്ടികളോടൊപ്പം പൊന്നോണത്തെ വരവേൽക്കാൻ കുട്ടികൾക്ക് ഓണപ്പുടവകൾ നൽകാൻ ഐശ്വര്യ സുരേഷും പ്രദീപ് തിലകനും ചേർന്ന് വിദ്യാലയത്തിലെ 120ഓളം കുട്ടികൾക്കുള്ള ഓണപ്പുടവകൾ വിദ്യാലയത്തിന് കൈമാറി. പ്രശസ്ത സിനിമാ താരം രാമു ഓണപ്പുടവ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് ബെന്നി അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക സുനിമോൾ സ്വാഗതം പറഞ്ഞു. മതിക്കുന്ന് ക്ഷേത്രം പ്രസിഡന്റ് സുരേഷ് നെല്ലിശ്ശേരി, മുൻ പ്രസിഡന്റ് മോഹനൻ ആവ്യാൻ, പ്രീഭനൻ ചുണ്ടേലിപ്പറമ്പിൽ എന്നിവർ ഓണാശംസകൾ നേർന്ന് സംസാരിച്ചു. കൊമ്പൻ കുറുപ്പത്ത് ശിവശങ്കരൻ ചരിഞ്ഞു. തൃശൂർ കേച്ചേരിയിലെ കെട്ടുതറയിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു. 54 വയസ്സായിരുന്നു. നീരിലായിരുന്നതിനാൽ കുറച്ചു ദിവസങ്ങളായി കെട്ടുതറയിൽ ആയിരുന്നു. ഇന്നലെ രാത്രിയിൽ പെട്ടെന്ന് കുഴഞ്ഞു വീഴുകയായിരുന്നു. 25 വർഷമായി ശിവശങ്കരനെ കേച്ചേരി സ്വദേശി സുകുമാരൻ വാങ്ങിയിട്ട്. കഴിഞ്ഞ 8 വർഷമായി സുകുമാരന്റെ മകൻ ദിലീപാണ് ആനയെ പരിപാലിച്ചു വന്നിരുന്നത്. അദാലത്തുകൾ നടത്തേണ്ടാത്ത വിധം സംവിധാനങ്ങളെ കാര്യക്ഷമമാക്കണമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. സംസ്ഥാന സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന തൃശൂർ തദ്ദേശ അദാലത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. ജനങ്ങൾക്ക് സേവനം നിഷേധിക്കുന്ന രീതിയിൽ ചട്ടങ്ങൾ പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നത് ഒഴിവാക്കി മെച്ചപ്പെട്ട സേവനം ലഭ്യമാക്കുകയാണ് അദാലത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ന്യായമായ ആവശ്യങ്ങൾക്ക് നിലനിൽക്കുന്ന ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തേണ്ടത് അനിവാര്യമാണ്. അത്തരം അവസരങ്ങളിൽ ചട്ടങ്ങൾ പുനർപരിശോധിക്കും. അതേസമയം നിയമലംഘനങ്ങൾ സാധൂകരിക്കാനുള്ള അവസരമായി ഇതിനെ കാണരുതെന്നും മന്ത്രി വ്യക്തമാക്കി. അദാലത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കണം. കൂടുതൽ സാങ്കേതികത്വം കാണിച്ച് നടപടികളിൽ വീഴ്ചയുണ്ടാകരുത്. ഉദ്യോഗസ്ഥർ സുതാര്യത ഉറപ്പാക്കി ഉത്തരവാദിത്തം നിർവഹിക്കണമെന്നും മന്ത്രി ഓർമ്മിപ്പിച്ചു. ഇതുവരെ നടന്ന അദാലത്തുകളിൽ കുറഞ്ഞ അനുകൂല തീരുമാനമുണ്ടായത് 86%. ഏറ്റവും കൂടിയത് 99%. പുതിയതായി ലഭിക്കുന്ന പരാതികളിൽ 2 ആഴ്ചയ്ക്കകം തീരുമാനമുണ്ടാവുമെന്നും മന്ത്രി MP രാജേഷ് അറിയിച്ചു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷയായി. ജനകീയമായ രീതിയിൽ തദ്ദേശ അദാലത്ത് സംഘടിപ്പിക്കുന്നത് വഴി ജനങ്ങളുടെ പ്രയാസങ്ങൾക്ക് ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്ന് മന്ത്രി അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. തൃശൂർ മേയർ MK വർഗീസ്, MLA-മാരായ P ബാലചന്ദ്രൻ, VR സുനിൽകുമാർ, NK അക്ബർ, ET ടൈസൺ മാസ്റ്റർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സ്ഥാപനങ്ങളിൽ നിന്നുള്ള അധ്യക്ഷന്മാർ യോഗമൊക്കെയായി എത്തിച്ചേർന്നിട്ടുള്ള നൂറുകണക്കിന് പേർ രാവിലെ മുതൽ സമിതി ആരംഭിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ബഹുമാനായ തദ്ദേശ സർക്കാരിന്റെ 3ാം വാർഷികത്തോടനുബന്ധിച്ച് കുട്ടികളും അനുഭവിക്കുന്ന നിരവധി മനുഷ്യർ തദ്ദേശ പെർമിറ്റ് പ്രകാരമാണ് മറ്റു ചട്ടലംഘനങ്ങളില്ലെങ്കിൽ പ്ലോട്ട് ഏരിയയിൽ നിർമ്മിക്കുന്ന 100 സ്ക്വയർ അവരുടെ നിർദ്ദേശപ്രകാരം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ഡെസ്കിലേക്ക് ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6680 രൂപ, പവന് 53,440 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 29 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാളിയേക്കരയിൽ KSRTC ബസ് വെട്ടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട പിക്കപ്പ് സ്കൂട്ടറിലും ഡിവൈഡറിലും ഇടിച്ചു മറിഞ്ഞു. അഴിമതി ആരോപണം നേരിടുന്ന പുതുക്കാടി ടൗൺ സഹകരണ സംഘത്തിന് മുൻപിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. ചാലക്കുടി ടൗൺ റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ജൈവ കർഷക സെമിനാർ നടത്തി. പുതുക്കാട് സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയത്തിൽ സെപ്റ്റംബർ 8-ന് പരിശുദ്ധ കന്യകാ മറിയത്തിന്റെ ജനന തിരുനാൾ വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. ഒല്ലൂരിൽ കഞ്ചാവുമായി 3 പേർ അറസ്റ്റിൽ. ഉമ്മൻചാണ്ടി പ്രതിഭാ പുരസ്കാര വിതരണം നടത്തി. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. ചാലക്കുടി പുതുക്കാട് മേഖലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.